നമസ്കാരം, പ്രദക്ഷിണ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിക്കുന്നത് കോതമംഗലം നേര്യമംഗലം റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് ആരെങ്കിലും നാട്ടുകാർ, ബസ് കയറാൻ നിൽക്കണവർ, പിന്നെ ഉള്ള യാത്രക്കാരൊക്കെ പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാ? എൻ്റെ പേര് ചന്ദ്രൻ, വാട്ടർ ചന്ദ്രൻ. എന്താണ് ഈ വാട്ടർ എന്ന് പറയാനുള്ള കാരണം? പ്രത്യേകിച്ച് വെള്ളം കൂടിയാണ്. അതിൻ്റെ വലിയ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളമാണല്ലോ, മദ്യം. വിദേശ മദ്യം നിങ്ങളൊക്കെ എങ്ങനെ ഇത് കോഴ്സ് ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് ഉപയോഗിക്കാറില്ല. ചേട്ടൻ പേരെങ്ങനെയാ? ഷാൻ. ഷാൻ എന്ത് ചെയ്യണേ? ഞാനിങ്ങനെ ബസ്സിൽ പോണു. ഇത് കൂട്ടുകാരല്ലേ? ഇത് പേരെ ഗോപി. അപ്പോൾ ഈ ചന്ദൻചേട്ടനും ഗോപിച്ചേട്ടനും ആരാ നമുക്കൊരു പാട്ട് പാടി തന്നെ, നല്ലൊരു പാട്ട്. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ മഞ്ഞിളം കുയിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകം കൊത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കോടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലഞ്ഞിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൽ പാദസോരങ്ങൾ കിലുക്കാം. മേലെ മഞ്ചാടിക്കുന്നിലേറാൻ രാരീരം രാരിരണ്ടാരോ രാരീരം രാരിരണ്ടാരോ രാരീരം രാരിരണ്ടാരിരണ്ടാരിരണ്ടാരോ. ചന്ദ്രേട്ടൻ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചന്ദ്രചേട്ടന് വേണ്ടി എല്ലാവരും ഒരു ഭാഗ്യവിഷം നടത്തി വെക്കാം. ചന്ദ്രേട്ടൻ ഇഷ്ടമുള്ള ഒരു നമ്പർ, 1 മുതൽ 9 ഉള്ളിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ പറയാം. എനിക്കിഷ്ടം പൂജ്യമാണ്. പൂജ്യമാണ്. അപ്പോൾ പരീക്ഷ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കാതെ എടുക്കണം. ഞാൻ തന്നെ വേണോ? ചേട്ടൻ തന്നെ എടുക്കണം. ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ എടുക്കേണ്ടി വരും. രണ്ടാണ് കിട്ടിയത്. എന്ത് കിട്ടേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞ് 0 കിട്ടിയല്ല, നമുക്ക് അടുത്ത ആളുടെ അടുത്തിൽ നോക്കാം. ചേട്ടാ ആ എടുത്തേട്ടാ. ചന്ദ്രേട്ടൻ 0 പറഞ്ഞിട്ടുണ്ട്, 0 കിട്ടുമെന്ന് നോക്കാം. 5. ചന്ദ്രചേട്ടൻ്റെ കൂട്ടുകാരനാണ് അടുത്ത്. നോക്കരുത്, നോക്കില്ല. ഓരെടുത്താൽ മതി, തപ്പി നോക്കരുത്. 3 കിട്ടിയേക്കണത്. ചേച്ചിയുടെ അടുത്ത് നോക്കാം. ചേച്ചി ഓനെടുത്ത്. ചേച്ചി 8 കിട്ടിയാണ്. ആ ഓനെടുത്തപ്പോ അവിടെ പേരെന്നാ? ആൻമരിയ. രണ്ടിനടുത്ത് 2-നും 0 ഇല്ല. ഓനോട് ഇട്ടേ. അവിടെ പേരെന്നാ? ആൻമരിയ എന്ന് പറയാം. ആൻമരിയ. ഇതാരാ? അപ്പ. ഇതാ ഒരു നമ്പർ എടുത്തേക്കാം. ചന്ദ്രചേട്ടൻ 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കിട്ടുമെന്ന് നോക്കാം. 9 കിട്ടിയേക്കണത്. അപ്പോൾ എന്തായാലും ഇവിടെ ആർക്കും 0 കിട്ടിയിട്ടില്ല. നമുക്ക് 3 പേരുടെയും പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാ? പ്രമോദ്. സംഗീത്. വിധു. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണേ? ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെ വേണി. അപ്പോൾ ഇതിനകത്ത് ആരാ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തന്നെ? സംഗീത് എന്ന് പേരുള്ള സംഗീതം. ഇല്ല, പാടറിയില്ല. ചേട്ടൻ? നമുക്ക് അറിയില്ല. 2 പാട്ട്, സാധാരണ ഒരു പാട്ട്, നോർമൽ പാട്ട്, സിനിമ പാട്ട്, നാടൻ പാട്ട്, മാപ്പിള പാട്ട്, ഭക്തിയാണെങ്കിൽ ഇഷ്ടംപോലെ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്, പാടാൻ അറിയില്ല. പിന്നെ നിങ്ങളുടെ ഈ പരിപാടി എന്നെയും കൊണ്ട് ആൾക്കാർ കാണാതിരിക്കണ്ട. ഒരു കുഞ്ഞു വാവേനയും കയ്യിൽ പിടിച്ചിട്ട് ചേച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ആ ചേച്ചിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെ ചേച്ചി? എൻ്റെ പേര് തങ്കമ്മ. ബിന്ദു. വാവയുടെ പേരോ? വാവ പേര് പറയില്ലല്ലോ. നോക്കി പേരിട്ടില്ല. ശ്രീപ്രിയ. അപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം മലയാള സിനിമയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഓസ്കാർ അവാർഡ് കിട്ടിയത് റസൂൽ പൂക്കുട്ടിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമ ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്ത 2 കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ് പറഞ്ഞത്. ഇന്ത്യൻ സിനിമ ലോക സിനിമയ്ക്ക് ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞത് റസൂൽ പൂക്കുട്ടിയാണ്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒരു ക്ലൂ കൂടെ തരാം. 2 ശബ്ദങ്ങളാണ് ഇന്ത്യൻ സിനിമ ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്തേക്കുന്നത്. 2 ശബ്ദങ്ങൾ. അതായത് നമ്മൾ സിനിമയിലൊക്കെ ഈ വെടിക്കുമ്പോൾ ടിഷ്യൂ എന്നൊരു സൗണ്ട് കേൾക്കണല്ലേ, അതൊന്ന്. പിന്നെ ഇടിക്കുന്ന സമയത്ത് ഡിഷും എന്നൊരു സൗണ്ടില്ലേ. ഈ 2 സൗണ്ട് ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്തേക്കുന്നത് ഇന്ത്യൻ സിനിമയാണ്. ഇന്ത്യൻ സിനിമയിലാണ് ആദ്യമായിട്ട് സൗണ്ട് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ വെയിറ്റേഷനിൽ കുറച്ച് ഇടമുണ്ട്, നമുക്ക് അവർക്ക് ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാ? ടിനു ജോസഫ്. ജെയ്സൺ. ടൈറ്റസ്. എന്ത് ചെയ്യണേ? എവിടെ? ബാംഗ്ലൂർ പഠിച്ച് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാറുണ്ട്. ബാംഗ്ലൂരിലത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ബാംഗ്ലൂർ എവിടെയായിരുന്നു? ബാംഗ്ലൂർ മടിവാള. മടിവാള.
ബാംഗ്ലൂരിലത്തെ ജീവിതമാണോ അതോ നമ്മുടെ ഈ ഇതുപോലത്തെ നാട്ടുപ്രദേശത്തുള്ള ജീവിതമാണോ നല്ലത് അല്ലെങ്കിൽ ഇഷ്ടം? ബാംഗ്ലൂരാകുമ്പോൾ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്, അടിച്ചു പൊളിച്ച് നടക്കാം. ഫ്രീഡം മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ രക്ഷതാക്കളുടെ ഒരു എന്നാ പറഞ്ഞാൽ ഒരു കെയർ ഇല്ലല്ലോ അവിടെ. അതില്ല, അതുകൊണ്ടാണല്ലോ അടിച്ചു പൊളിച്ച് നടക്കാന്ന് പറഞ്ഞത്. എന്ത് കൂതറാണെങ്കിലും കാണിക്കാം. ഇപ്പോൾ മെയിൽ നേഴ്സ് ജനറൽ നേഴ്സാണോ അതോ ബി സി അല്ല? അത് ജനറൽ നേഴ്സ് എടുക്കാൻ കാരണം എല്ലാവരും ബി എസ് സി അല്ല, ബി എസ് സിയിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമുള്ളൂ. അങ്ങനെയൊന്നുമില്ലായിരുന്നു, ചുമ്മാ അടിച്ചു പൊളിക്കാന്ന് ഓർത്ത് ബാംഗ്ലൂർ പോയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ ജോയിൻ ചെയ്യാൻ അങ്ങനെ ബാംഗ്ലൂർ ജോയിൻ ചെയ്യാൻ നടന്നില്ല? നിങ്ങൾ പഠിച്ചവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്തായിരുന്നു, അവിടെ വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. തിരിച്ചു വരാൻ കാരണം? തിരിച്ച് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പോന്നു, അതുകൊണ്ട് പോകുന്നത്. എന്തായാലും നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, പ്രണയത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രായത്തെ എല്ലാവർക്കും തോന്നുന്നൊരു വികാരമാണത്. വികാരം എന്ന് പറയാൻ പറ്റുമോ പ്രണയത്തിനെ? അല്ലാണ്ട് പ്രണയം തോന്നിയുണ്ടോ അവിടെ? തോന്നിയാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിലല്ലേ പഠിച്ചത്, ഇഷ്ടമായിട്ട് ഉറപ്പായിട്ടും തോന്നുന്നു. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ചോദിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോടാണോ അതോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണോ നമ്മൾ ശരിക്കും പ്രണയിക്കണ്ടേ? നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വിലയില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് വില വരുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും മിങ്കിളാകുമ്പോഴാണല്ലോ ഇഷ്ടത്തിനൊരു വില വരുന്നത്. അപ്പോൾ ഇഷ്ടം മാത്രം ബേസിക് ചെയ്താണോ പ്രണയം തോന്നുന്നത്? ഒരു വ്യക്തിയുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അയാളുടെ ബേസിക്കൽ സാലറി അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള ജീവിത കാര്യങ്ങൾ, സാമ്പത്തികത, ഇതെല്ലാം നോക്കിയിട്ടല്ലേ അയാൾ ഗ്ലാമർ, ഭംഗി, ഇതൊക്കെ നോക്കിയിട്ടല്ലേ പ്രണയം തോന്നുന്നത്? അത് അയാൾ നമ്മളോട് ഇഷ്ടം തോന്നി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നമ്മളയാളെ തിരിച്ച് പ്രേമിക്കാൻ പറ്റുമോ? ഏറ്റവും പ്രാധാന്യം മനസ്സുകൾ തമ്മിലുള്ള അടുപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതാവട്ടെ. നെല്ലുമറ്റത്ത് കുറേ ചേട്ടന്മാർ വെറുതെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഒരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെ ചേട്ടാ? അലക്സ്. ഷൈജി. ചേട്ടൻ ലിൻസൺ. നിങ്ങളൊക്കെ എന്താ ചെയ്യണേ? ഞാൻ ഒരു കോൺട്രാക്ടറാണ്. എന്തിൻ്റെയാണ്? റൂഫിൻ്റെ. ഡ്രൈവറാണ്. എവിടെ? കൃഷിപ്പണി. കൃഷിപ്പണിയാണ്. എന്ത് കൃഷി ചേട്ടാ? വാഴ, ഇഞ്ചി. വാഴ, ഇഞ്ചി. അവിടെ ഞാനൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യാം. എന്ത് കമ്പനി ചേട്ടാ? അത് ഐഡിയ എന്ന് പറയും, ഐഡിയ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ എന്തായിട്ട് ജോലിയാണ്? അതിൻ്റെ ടെക്നീഷ്യനായിട്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ആരാ പാട്ട് പഠിത്തന്നെ? ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ അപ്പുറത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഈ ചേട്ടൻ നിന്ന് ആരൊക്കെ ഇവിടെ പാട്ട് പാടുന്നവരുണ്ടെന്ന് പറഞ്ഞു. അലക്സ് ചേട്ടൻ പാട്ട് പാടും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. പ്രദക്ഷിണത്തിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മളിന്ന് പരിചയപ്പെട്ട് കോതമംഗലം നെരിങ്ങൽ റൂട്ടിലുള്ള ബിസർ എന്ന കുറേ ആൾക്കാർ, നാട്ടുകാർ, മറ്റേ വഴിയാത്രക്കാർ, അതിനുള്ളവരാണ്. അപ്പോൾ എന്തായാലും പ്രദക്ഷിണത്തിൻ്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.